ഹലോ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ നമ്പറൊന്നും ഇട്ടല്ല ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നിങ്ങൾ നമ്പർ ഇട്ടോ അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും പഠിക്കേണ്ട, NCERT ടെക്സ്റ്റ് ബുക്കൊന്നും നോക്കണ്ട. നമ്മൾ ഓരോ പാർട്ടിലും എടുക്കുന്ന ക്വസ്റ്റ്യൻസ് അത് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ അത് എഴുതിയെടുത്ത് പഠിച്ചാൽ മതി. അല്ലാതെ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കറക്റ്റ് ആ ഒരു ഓർഡറിലല്ല പോകുന്നത്. ഇടയ്ക്ക് നമ്മൾ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഫുൾ ക്വസ്റ്റ്യൻസ് നമ്മൾ സെറ്റാക്കും. അത് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചെയ്യും, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്യും. രണ്ടും കൂടി മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ നമ്പർ ഇടാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതി വെക്കുക, അതിൻ്റെ ആൻസറും എഴുതിയെടുത്ത് ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇവിടെ നോക്കിയാൽ ചെക്ക് വെദർ ദി റിലേഷൻ ആർ ഡിഫൈൻഡ് ഇൻ ദിസ് സെറ്റ്. ഇവിടെ നോക്കിയാൽ നമുക്കൊരു സെറ്റ് വന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6. ഈ സെറ്റിൽ നിന്നും ഡിഫൈൻ ചെയ്തിട്ടുള്ള റിലേഷനാണ് ഇത്. ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ A, B സച്ച് ദാറ്റ് B ഈക്വൽ ടു A+A. ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഓക്കെ, ചെക്ക് ചെയ്യാനാണ്. ഇവിടെ റിലേഷൻ നോക്കിയടാ, B ഈക്വൽ ടു A+1, B ഈക്വൽ ടു A+1. ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ A, Bയും നമ്മുടെ റിലേഷനിൽ കാണും. B ഈക്വൽ ടു A+A ആണെങ്കിൽ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ A, B നമ്മുടെ റിലേഷനിൽ കാണും. മനസ്സിലായ? B എന്ന് പറയുന്നത് A+1 ആണെങ്കിൽ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ A, B നമ്മുടെ റിലേഷനിൽ കാണും. നമുക്ക് നമ്മുടെ റിലേഷൻ എന്ന് എഴുതാം. R ഈക്വൽ ടു ഞാനിവിടെ A1 എന്നെടുക്കാം. അപ്പോൾ B എനിക്ക് എന്ത് കിട്ടും? 1 + 1 2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഓർഡേർഡ് പെയർ 1, 2 നമ്മുടെ റിലേഷനിലുണ്ട്. അടുത്തത് ഞാൻ A2 എന്നെടുക്കാം. A2 എടുത്താൽ B എന്ത് വരും? 2 + 1 3 എന്ന് വരും. അടുത്തത് ഞാൻ 3 എന്നെടുക്കാം. കാരണം ഈ സെറ്റിലുള്ള വാല്യൂസൊക്കെ നമുക്ക് എയിന് എടുക്കാൻ പറ്റും. അടുത്ത 3 എടുത്താൽ B എന്ത് കിട്ടും? 3 + 1 4 എന്ന് കിട്ടും. അടുത്ത ഞാൻ A4 എന്നെടുക്കാം. B എനിക്ക് 5 എന്ന് കിട്ടും. അത് കഴിഞ്ഞ് 4 കഴിഞ്ഞ് എനിക്ക് 5 എടുക്കാം. അപ്പോൾ എനിക്ക് B എന്ത് കിട്ടും? 5 + 1 6 എന്ന് കിട്ടും. ഇത്രയും മാത്രമേ നമ്മുടെ റിലേഷനിൽ വരത്തുള്ളൂ. കാരണം എന്താടാ, ഇവിടെ നമുക്ക് 5 വരെ അല്ല 6 വരെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 6 എടുക്കാമെന്ന് നിങ്ങൾ ഓർക്കും. 6 എടുത്താൽ ബിയുടെ വാല്യൂ എന്ത് വരടാ? 6 + 1 7 എന്ന് വരും. 7 ഈ സെറ്റിലില്ല. അപ്പോൾ നമുക്ക് ഇതെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഇത്രയും പേരാണ് നമ്മുടെ റിലേഷനിലുള്ളത്. ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ? നിങ്ങൾ നോക്കിയേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ റിലേഷൻ റിഫ്ലക്സീവ് അല്ല. കാണാൻ നോക്കിയാൽ നമ്മുടെ സെറ്റ് നോക്കിയേ, 1, 2, 3, 4, 5, 6. ഇതാണ് നമ്മുടെ സെറ്റ്. അപ്പോൾ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ 1, 1 നോട്ട് ബിലോങ്സ് ടു R. ഈ ഓർഡേർഡ് പെയർ എന്താണ്? നമ്മുടെ റിലേഷനിലില്ല. ഈ സെറ്റിൽ 1 ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ റിലേഷനിൽ ഓർഡേർഡ് പെയർ 1, 1 വേണമായിരുന്നു. പക്ഷെ നമ്മുടെ ഓർഡേർഡ് പെയർ 1, 1 നമ്മുടെ റിലേഷനിൽ ഇല്ല. അപ്പം നമുക്ക് പറയാം റിലേഷൻ റിഫ്ലക്സീവ് അല്ല. ഇനി നിങ്ങളിവിടെ 2 ഉണ്ടല്ലോ, അപ്പം ഓർഡേർഡ് പെയർ 2, 2 നോക്കിയാൽ അതും ഈ റിലേഷനിലില്ല. അങ്ങനെ എഴുതി ഇവിടെ നോക്കിയാൽ ലാസ്റ്റ് 6 ആണ്. ഓർഡേർഡ് പെയർ 6, 6. ഇവന്മാർ വരെ എന്താടാ, ഈ 6 ഓർഡേർഡ് പെയർ നമ്മുടെ റിലേഷനില്ല. ഏതെങ്കിലും ഒരെണ്ണം ഇല്ലെങ്കിൽ തന്നെ റിഫ്ലക്സീവ് അല്ല. ഇവിടെ 6 പേരും ഇല്ല. അപ്പോൾ നമുക്ക് പറയാം therefore R ഈസ് നോട്ട് റിഫ്ലക്സീവ്. R എന്താടാ? റിഫ്ലക്സീവ് അല്ല. ഓക്കെ, ഇനി നമുക്ക് സിമ്മട്രിക്കിൻ്റെ കേസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കി, ഈ റിലേഷനിൽ ഓർഡേർഡ് പെയർ 1, 2 ഉണ്ട്. ഓർഡേർഡ് പെയർ 1, 2 ബിലോങ്സ് ടു R. ഈ റിലേഷനിൽ 1, 2 ഉണ്ട്. ഇതൊരു A, B ഫോമിലല്ലേ. ഇതിനെ നമുക്ക് A, B എന്ന് എഴുതാം. A, B ബിലോങ്സ് ടു R. A, B ഉണ്ടെങ്കിൽ B, A വേണ്ടേ? B, A ഇവിടെ ആരാടാ? B, A എന്ന് പറയുന്നത് 2, 1 ആണ്. 2, 1 ഈ റിലേഷനിലുണ്ടോ? ഇല്ല. 2, 1 നോട്ട് ബിലോങ്സ് ടു R. അപ്പോൾ നമുക്ക് പറയാം therefore R ഈസ് നോട്ട് സിമ്മട്രിക്. R എന്താടാ? സിമ്മട്രിക് അല്ല.
ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഓർഡേർഡ് പേരും പറയാം. 2,3 ഉണ്ട്, 3,2 ഇല്ല. 3,4 ഉണ്ട്, 4,3 ഇല്ല. 4,5, 5,6 ഇവന്മാരുടെയൊക്കെ തലതിരിഞ്ഞ ആൾക്കാർ ഈ റിലേഷനിൽ ഇല്ല. അപ്പം നമുക്ക് പറയാം ആർ ഈസ് നോട്ട് സിമെട്രിക്. ഇനി നമുക്ക് ട്രാൻസിറ്റീവിൻ്റെ കേസ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ എടുക്കൂടാ? ഇവിടെ നോക്കിയേ 2, 2. അപ്പോൾ നമുക്ക് ഇതെടുക്കാം, അല്ലെങ്കിൽ 3, 3 ഇതെടുക്കാം, അല്ലെങ്കിൽ 4, 4 ഇത് രണ്ടും എടുക്കാം, അല്ലെങ്കിൽ 5, 5 ഇത് രണ്ടും എടുക്കാം. ഏതെങ്കിലും രണ്ടുപേരെ എടുത്താൽ മതി. നമുക്ക് ഇത് ആദ്യത്തെ രണ്ടുപേരെ തന്നെ എടുക്കാം. ഓർഡേർഡ് പെയർ 1,2 ബിലോങ്സ് ടു ആർ, ഇത് നമ്മുടെ റിലേഷനിലുണ്ട്. ഓർഡേർഡ് പെയർ 2,3 ഇതും നമ്മുടെ റിലേഷനിലുണ്ട്. ഇവർ രണ്ടുപേരും നമ്മുടെ റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആളും വേണ്ടേ? 1ഉം 3യും വെച്ചിട്ടുള്ള ആളല്ലേടാ. 1,3 ഇത് നമ്മുടെ റിലേഷനിലുണ്ടാ? ഇല്ല, നമ്മുടെ റിലേഷനിൽ ഇവനില്ല. അപ്പം നമുക്ക് പറയാം therefore r ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ആർ എന്താടാ? ട്രാൻസിറ്റീവ് അല്ല. ക്ലിയർ അല്ലേ? രണ്ടുപേരും ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ആളും വേണമായിരുന്നു, പക്ഷേ മൂന്നാമത്തെ ആൾ ഇവിടെ ഇല്ല. അപ്പം നമുക്ക് പറയാം ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പം നമുക്ക് കിട്ടി റിഫ്ലക്സീവും അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയേ, ഷോ ദാറ്റ് ദി റിലേഷൻ ആർ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട് ഇൻ ആർ. അപ്പം നമ്മുടെ ഈ റിലേഷൻ ആർ എന്ന് പറയുന്ന റിലേഷൻ നോക്കിയാടാ, ആർ ഈക്വൽ ടു ഓർഡേർഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഈ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ റിയൽ നമ്പർ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്നാണ്. ഇതെന്താടാ? ഇത് റിയൽ നമ്പറിൻ്റെ സെറ്റിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് നമുക്ക് കാണിക്കണം, അതേപോലെ തന്നെ ട്രാൻസിറ്റീവ് ആണെന്ന് കാണിക്കണം. ബട്ട് നോട്ട് സിമ്മട്രിക് അല്ല എന്ന് കാണിക്കണം. റിഫ്ലക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷേ സിമ്മട്രിക് അല്ല. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അതിന് വേണ്ടി നമുക്ക് നമ്മുടെ റിലേഷൻ ഒന്ന് എഴുതാം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ ഓർഡേർഡ് പെയർ എ കോമ ബി നമ്മുടെ റിലേഷനിൽ കാണും. ഓക്കെ, ഇനി നമ്മുടെ റിലേഷൻ റിഫ്ലക്സീവ് ആകണമെങ്കിൽ ഓർഡേർഡ് പെയർ എ കോമ എ നമ്മുടെ റിലേഷനിൽ വേണ്ടേ? ഓർഡേർഡ് പെയർ എ കോമ എ നമ്മുടെ റിലേഷനിൽ വേണം. നമ്മുടെ സെറ്റ് നോക്കിയാൽ റിയൽ നമ്പറിൻ്റെ സെറ്റ്. റിയൽ നമ്പറിൻ്റെ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ ടൈപ്പ് നമ്പറും അതിൻ്റെ അകത്ത് കാണും അല്ലെ. നെഗറ്റീവ് നമ്പർ കാണും, പോസിറ്റീവ് നമ്പർ കാണും, 0 കാണും, ഡെസിമൽ, ഫ്രാക്ഷൻ, അങ്ങനെ വരുന്ന എല്ലാ നമ്പറും നമ്മുടെ ഈ സെറ്റിൽ കാണും. അതിനാണ് നമ്മൾ റിയൽ നമ്പറിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. ഈ എല്ലാ നമ്പറിൻ്റെയും ഡബ്ലറ്റ് നമ്മുടെ റിലേഷനിൽ വേണം. ഈ എല്ലാ നമ്പറിൻ്റെയും എ കോമ എ നമ്മുടെ റിലേഷനിൽ വേണം. എ കോമ എ നമ്മുടെ റിലേഷനിൽ വേണമെങ്കിൽ ഈ കണ്ടീഷൻ വേണ്ടേ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് വരണ്ടേ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ അല്ലേടാ? എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ അല്ലേ? നമുക്ക് ഏത് വാല്യൂവിന് എടുത്താലും ഇങ്ങനെ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 1 എടുക്കാം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ 1,1 ബിലോങ്സ് ടു ആർ. ഇനി നിങ്ങൾ 0 എടുത്ത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാം 0,0 ബിലോങ്സ് ടു ആർ. ഇനി നമുക്ക് നെഗറ്റീവ് നമ്പർ എടുക്കാം. -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ആണ്. അപ്പോൾ നമുക്ക് -1, -1 റിലേഷനിലുണ്ട്. ഇനി ഡെസിമൽ നമ്പർ എടുത്തേടാ. 0.5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 ആണ്. അപ്പോൾ അതെന്താ? ഇതും നമ്മുടെ റിലേഷനിൽ ഉണ്ട്, ഇതും നമ്മുടെ റിലേഷനിൽ ഉണ്ട്. ഇനി ഒരു ഫ്രാക്ഷൻ കൂടി കാണിച്ചേക്കാം. 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ആണ്. അപ്പോൾ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ 1/2, 1/2 ബിലോങ്സ് ടു ആർ. അങ്ങനെ നിങ്ങൾ ഏത് റിയൽ നമ്പർ എടുത്താലും അതിൻ്റെ എ കോമ എ നമ്മുടെ റിലേഷനിൽ കാണും, അതിൻ്റെ ഡബ്ലറ്റ് നമ്മുടെ റിലേഷനിൽ കാണും. അങ്ങനെ എല്ലാവരുടെയും ഡബ്ലറ്റ് നമ്മുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം therefore ആർ ഈസ് റിഫ്ലക്സീവ്. നമ്മുടെ റിലേഷൻ എന്താണ്? റിഫ്ലക്സീവ് റിലേഷൻ ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സിമ്മട്രിക് ആണോ എന്ന് നോക്കാം. സിമ്മട്രിക് ആകണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു നമ്പർ എടുക്കാം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേടാ? 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ? അപ്പം നമുക്ക് പറയാം 1,2 ബിലോങ്സ് ടു ആർ. ഇതിനെ നമുക്ക് എ കോമ ബി എന്ന് വിളിക്കാം. അപ്പോൾ എ കോമ ബി നമ്മുടെ റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി കോമ എയും നമ്മുടെ റിലേഷനിൽ വേണ്ടേ? എന്ന് വെച്ചാൽ ഇവിടെ 1,2 ഉണ്ട്. അപ്പോൾ നമ്മുടെ റിലേഷനിൽ 2,1 വേണ്ടേ? റിലേഷനിൽ 2,1 ഉണ്ടാകുന്ന നോക്കാം. അതിന് വേണ്ടിയിട്ട് നോക്കിയേ, ഇതൊരു ബി കോമ എയിലല്ലേ കിടക്കുന്നത്? ബി കോമ എയിൽ കിടക്കുവാണെങ്കിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറയാൻ പറ്റണം. ഇവിടെ നോക്കിയേ,
1,2 നമ്മുടെ റിലേഷനിലുണ്ട്. കാരണം എന്താ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഇനി 2,1 ആണെങ്കിൽ എന്താടാ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റണ്ടേ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റുക? ഇല്ല. 2 എന്താടാ 2 എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇത് തെറ്റാണ്, ഇതാണ് ശരി. പക്ഷേ ഇങ്ങനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഓർഡേർഡ് പെയർ 2,1 നോട്ട് ബിലോങ്സ് ടു ആർ. ഇവിടെ നോക്കിയേ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയതുകൊണ്ടാണ് 1,2 നമ്മുടെ റിലേഷനിൽ വന്നത്. പക്ഷേ ഇവിടെ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് പറയാം 2,1 നോട്ട് ബിലോങ്സ് ടു ആർ. 2 എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റിയിരുന്നെങ്കിലേ നമുക്ക് 2,1 നമ്മുടെ റിലേഷനിൽ കാണത്തുള്ളായിരുന്നു. പക്ഷേ 2 എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. നമുക്കെന്താ ഈ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യും. ഈ കണ്ടീഷൻ നമുക്കിവിടെ പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് പറയാം 2,1 നോട്ട് ബിലോങ്സ് ടു ആർ. ഇവിടെ 1,2 കൊണ്ട് 2,1 ഇല്ല. അപ്പോൾ നമുക്ക് പറയാം therefore r ഈസ് നോട്ട് സിമ്മട്രിക്. ആർ എന്താടാ സിമ്മട്രിക് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്മട്രിക് അല്ല എന്ന് കിട്ടി. ഇനി ട്രാൻസിറ്റീവ് ആണെന്ന് നമുക്ക് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നോക്കിയേ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് പറയാം 1,2 ബിലോങ്സ് ടു ആർ. 1,2 കൊണ്ട് നമുക്കറിയാം. ഇനി ഇവിടെ 2-ൽ തീർന്നു. അപ്പോൾ 2-ൽ തുടങ്ങുന്ന ആളെ എടുക്കണം അല്ലേ? അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് 3 എന്ന് എഴുതാൻ പറ്റും. 2 എന്താടാ 3-നേക്കാൾ ചെറുതാണ്. അപ്പം നമുക്ക് പറയാം 2,3 ബിലോങ്സ് ടു ആർ. ഇവിടെ നോക്കിയാൽ 1,2 ഉണ്ട് 2,3 ഉണ്ട്. ഇതിനെ നമുക്ക് a,b എന്നെടുക്കാം. a,b ബിലോങ്സ് ടു ആർ. ഇതിനെ നമുക്ക് b,c എന്നെടുക്കാം. b,c ബിലോങ്സ് ടു ആർ. a,bയും b,cയും നമ്മുടെ റിലേഷനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആര് വേണം ഇവിടെ? a,c. അതാരാണ് ഇവിടെ? a നോക്കിയേ a 1 ആണ്. 1, c ഇവിടെ 3 ആണ്. 1,3യും നമ്മുടെ റിലേഷനിൽ വേണം. 1,3 നമ്മുടെ റിലേഷനിലുണ്ടോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കണ്ടീഷൻ എടുക്കാം. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റുമല്ലോടാ. 1 എന്താടാ 3-നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് എഴുതാൻ പറ്റും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് എഴുതാൻ പറ്റിയത് കൊണ്ട് നമുക്ക് പറയാം 1,3 നമ്മുടെ റിലേഷനിൽ ഉണ്ട്. 1,3 നമ്മുടെ റിലേഷനിലുണ്ട് എന്ന് വെച്ചാൽ a,c നമ്മുടെ റിലേഷനിലുണ്ട്. നോക്കിയടാ a,b ഉണ്ട് b,c ഉണ്ട് a,c ഉണ്ട്. ഇവന്മാർ 3 പേരും നമ്മുടെ റിലേഷനിലുണ്ട്. അങ്ങനെ ഏത് വാല്യൂ എടുത്താലും ഇവന്മാർ 3 പേരും നമ്മുടെ റിലേഷനിൽ കാണും. അപ്പോൾ നമുക്ക് പറയാം therefore r ഈസ് ട്രാൻസിറ്റീവ്. ആർ എന്താടാ ട്രാൻസിറ്റീവ് ആണ്. ആർ എന്താടാ ട്രാൻസിറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ.